ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് വ്യത്യാസം വരണമെങ്കിൽ, അല്ലെ വ്യത്യാസം വരാൻ 2 ദിനവൃത്താന്തം 30:9 2 Chronicles chapter 30 verse 9. അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരരും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുമ്പിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് മടങ്ങി വരികയും ചെയ്യും. എന്നിട്ട് പറയാണ്, കർത്താവ് കൃപാലുവും കാരുണ്യനിധിയുമാണ്. നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങൾ അവിടുന്ന് മുഖം മറയ്ക്കുകയില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഒരു ആഗ്രഹമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കന്മാരാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, ബന്ധുക്കളാകാം, കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവരാകാം. അവരെല്ലാം ചില സ്വഭാവ രീതികളിൽ കുറച്ച് വ്യത്യാസം വരണം. പ്രത്യേകിച്ച് അവർ ഒന്ന് പ്രാർത്ഥനയിലേക്ക്, കൃപയിലേക്ക്, കുമ്പസാരത്തിലേക്ക്, വിശുദ്ധ ജീവിതത്തിലേക്ക്, തിരുസഭാ ജീവിതത്തിലേക്ക്, കൗദാശിക ജീവിതത്തിലേക്ക് ഒക്കെ മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ പഴയ നിയമത്തെ അടിമത്തത്തിന്റെ കാലഘട്ടത്തിൽ ജനം അടിമത്തത്തിൽ കിടക്കുമ്പോൾ കുറച്ച് തിരിച്ചു വന്ന ജനവിഭാഗത്തോട് അവിടെ ആ രാജാവ് ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രവാചകന്മാരുടെ വെളിപ്പെടുത്തലാണ്. വാസ്തവത്തിൽ വെളിപ്പെടുത്തൽ എങ്ങനെയാണ്? നിങ്ങൾ മടങ്ങി വന്നാൽ എന്താ സംഭവിക്കുന്ന കാര്യം? അതായത് നമ്മുടെ മക്കളെ, സഹോദരൻ, ബന്ധുക്കൾ അവരിപ്പോൾ ഒരു തടവിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് രാജാക്കന്മാരുടെ തടവെങ്കിൽ ഇന്ന് പിശാചിന്റെ തടവിലാണ്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം, നമ്മൾ കുറച്ചുകൂടെ പരിഹാരത്തിലേക്ക്, പരിത്യാഗത്തിലേക്ക്, നമ്മുടെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി കർത്താവിലേക്ക് മടങ്ങി വന്നാൽ നമ്മൾ ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മുടെ ചേർന്ന് നിൽക്കുന്നവരാണ്. അവരെ തടവുകാരാക്കിയ മേഖലകളിൽ കർത്താവിന്റെ കരുണ എന്തിന് അവർ മടങ്ങി വരാൻ, ഈ ദേശത്തേക്ക് വരാൻ ഇടവരും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ദേശം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗരാജ്യത്തിൽ പോകാന്നുള്ള നമ്മുടെ ഉദ്ദേശം, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, അതുകൊണ്ട് ഈശോ യോഹന്നാനുശേഷത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ജോഷുവ പറഞ്ഞു. ആ കാര്യമാണ് കർത്താവ് അല്ലേ വേറൊരു തരത്തിൽ പറയുന്നത്. മറ്റുള്ളവർ വിശുദ്ധീകരിക്കാൻ പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വല്പം സ്വഭാവ രീതികളിൽ വ്യത്യാസം വരുത്തി കർത്താവിന്റെ സ്ഥലം കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ചുറ്റുമുള്ള ഒരുപാട് പേരിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. അത് ബൈബിൾ അധിഷ്ഠിതമാണ്, സഭയുടെ പഠനത്തിലുണ്ട്, വിശുദ്ധന്മാരുടെ ജീവിതത്തിന്റെ സാക്ഷിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവം, ഞങ്ങൾ പല വ്യക്തികളുടെയും കർത്താവിലേക്ക് കുറച്ചുപേരെ അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഞങ്ങളുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനയും അവരുടെ കർത്താവിലേക്ക് വരവും കണ്ട് അനേകർ കർത്താവിലേക്ക് തിരിച്ചു വരാൻ ഈ വചനപ്രകാരം ഇടവരട്ടെ. മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.